റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനെ വെറുക്കരുത്, ഒരു വെറുപ്പുണ്ടാവരുത്. അഥവാ പ്രത്യേകിച്ച് ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് പറയാൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖ, അവളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയാൽ, നിങ്ങൾക്ക് ദേഷ്യമുള്ള വെറുപ്പുള്ള സ്വഭാവം അവളിൽ കണ്ടാൽ, റളിയ മിൻഹാ ഖുലുഖൻ ആഖർ, എന്നാൽ അവളുടെ മറ്റൊരു സ്വഭാവത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നതുണ്ടാവും. ഇമാം സഅദി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിക്കുന്നോടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവൻ ചിന്തിക്കട്ടെ, ഭാര്യയ്ക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സംസാരം പ്രവർത്തനമൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ ആലോചിക്കട്ടെ, അവന് തൃപ്തിപ്പെടുന്ന ആ ഭാര്യയുടെ സ്വഭാവം ആലോചിക്കട്ടെ. അപ്പൊ അവളോടുള്ള കോപം നമുക്കില്ലാതാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, മിൻ അഖ്താഇൽ അസ്വാജ്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ എന്ന റിസാല ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹമദ് ഹഫിളഹുള്ളയുടെ റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ എന്നുള്ളതിലെ 15 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദർസോടുകൂടി 3 ദർസ് കഴിഞ്ഞ്. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത്, എല്ലാ മനുഷ്യരുടെയും. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെയധികം ഉപകാരപ്പെടുന്നതും ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് ഇനി 16ാമത്തെ കാര്യം വായിക്കുകയാണ്. സൂഉൽ ഇശ്റതി മഅ സൗജ, തന്റെ ഭാര്യയോടൊപ്പം മോശമായ സഹവാസം ഉണ്ടാവുക എന്നുള്ളത്, ഇടപഴകൽ, അതുപോലുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിച്ചു വരുന്ന കാര്യമാണ് ഈ വിഷയം എന്നുള്ളത്. ഭാര്യയോട് വഴക്കൂടുക, ഭാര്യയോട് അകറ്റുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാണ്. ചില ആളുകളെ, ചില ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും, അവർ പുറത്ത് ആളുകളോട്, വീടിന് പുറത്ത് തന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ തന്റെ അയൽവാസികളോടും അതിന്റെ ചുറ്റുമുള്ളവരോടെല്ലാം നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ മുഖപ്രസന്നമായിട്ടിരിക്കുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ വീടിനകത്തേക്ക് കയറിയാൽ ഭാര്യയോട് സംസാരിക്കുമ്പോഴും ഭാര്യയോട് പെരുമാറുമ്പോഴും ഏറ്റവും മോശമായ രീതിയിൽ ഉള്ളൊരവസ്ഥ. ഭാര്യയുടെ സംസാരം കേൾക്കാൻ തയ്യാറാവുകയോ, അല്ലെങ്കിൽ ഭാര്യ സംസാരിച്ചു തുടങ്ങിയാൽ അതിനിടയ്ക്ക് കയറി സംസാരിക്കുക, അല്ലെങ്കിൽ ഭാര്യ സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുക, ഭാര്യ സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരിഗണന പോലും നൽകാത്ത അവസ്ഥ എന്നുള്ളത്. അങ്ങനെ പല രീതിയിൽ ഭാര്യയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലാതെ അതൊന്നും പരിഗണിക്കാത്ത ചില ആളുകൾ കാണാം. അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് തമാശ പറയാത്ത, അഥവാ സംസാരങ്ങളിൽ ഒരു കളിയും ചിരിയുമെല്ലാം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയൊന്നുമില്ലാത്ത വളരെ കഠിനമായി പെരുമാറുന്ന ആളുകൾ. എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന് അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിന് യോജിച്ച കാര്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാം പറഞ്ഞല്ലോ, ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും പിന്നെ വിഷയങ്ങൾ പറയുമ്പോൾ ഭാര്യയുമായിട്ടുള്ള കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞു അവരോട് കൊടുക്കേണ്ട ഹക്കുകളുമെല്ലാം. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ട് പെരുമാറുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും അവർ സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സലഫുകൾപ്പെട്ട അത്താ ഇബ്നു അബി റബാഹ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്നർ റജുല ലയഹ്ദുസുനി ബിൽ ഹദീസ് ഫഅൻസിതു ലഹു കഅന്നി ലം അസ്മഅ വഖദ് സമിഅതുഹു ഖബ്ല യൂലദ്. ഒരു വ്യക്തി എന്നോട് വന്ന്, ചില ഹദീസിൽ യുവാവ് അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചില റിപ്പോർട്ടുകളിൽ എന്നോട് വന്നൊരു ഹദീസ് പറയും, ഞാൻ ഇതുവരെ കേൾക്കാത്ത പോലെ, ഹദീസ് ഇതുവരെ കേൾക്കാത്ത പോലെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. പക്ഷെ അവൻ ജനിക്കുന്നതിന് മുമ്പേ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും.
നമ്മുടെ ഭാര്യമാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ നാം പറഞ്ഞതുപോലെ വലിയ പ്രാധാന്യമില്ലാത്തതായിരിക്കാം. പക്ഷെ ഒരു മര്യാദ എന്നുള്ള നിലയ്ക്ക് അവര് പറയുന്നതിനോട് കേൾക്കാൻ ഒരല്പസമയം, ഒരു ശ്രദ്ധ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അതേ സമയത്ത് നാം പറഞ്ഞതുപോലെ അവരുടെ തെറ്റുകളൊക്കെ തിരുത്തുകയും വേണം. ഇനി ചില സമയത്ത് ഭാര്യമാരുടെ സ്വഭാവത്തിൽ മോശപ്പെട്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ നമ്മളൊന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റക് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിയ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ഖുലുഖൻ ആഖർ. ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനെ വെറുക്കരുത്, ഒരു വെറുപ്പുണ്ടാവരുത്. അഥവാ പ്രത്യേകിച്ച് ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് പറയാൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖ, അവളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയാൽ, നിങ്ങൾക്ക് ദേഷ്യമുള്ള വെറുപ്പുള്ള സ്വഭാവം അവളിൽ കണ്ടാൽ, റളിയ മിൻഹാ ഖുലുഖൻ ആഖർ, എന്നാൽ അവളുടെ മറ്റൊരു സ്വഭാവത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നതുണ്ടാവും. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നോടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവൻ ചിന്തിക്കട്ടെ, ഭാര്യയ്ക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സംസാരം പ്രവർത്തനമൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ ആലോചിക്കട്ടെ, അവൻ ഇഷ്ടപ്പെടുന്ന, അവന് തൃപ്തിപ്പെടുന്ന ആ ഭാര്യയുടെ സ്വഭാവം ആലോചിക്കട്ടെ. അപ്പൊ അവളോടുള്ള കോപം നമുക്കില്ലാതാവും. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ശറഹ് ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്, യംബഗി അല്ലാ യബ്ഗവഹ, അവളെ വെറുക്കാതെ ദേഷ്യപ്പെടരുത് എന്നുള്ളത് അവൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ഒരു വെറുപ്പുണ്ടാക്കുന്ന സ്വഭാവം കണ്ടാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്വഭാവത്തെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് ഭാര്യയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആരുമായിട്ടും നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും അഖ്ലാഖ വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം. എന്ത് മനോഹരമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പൂർണ്ണമായ ഈമാൻ ഉള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കും. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരാണ്? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, അതായത് അവരുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധിപ്പിച്ചത് ആലോചിച്ച് നോക്കി. ഈമാനിനെ സൽസ്വഭാവത്തെ അത് ഭാര്യയോടുള്ള സ്വഭാവത്തിനോട്. അപ്പൊ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ നമ്മുടെ ഭാര്യയോടുള്ള സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ കേവലം വെറുതെ ഇതൊന്നും വലിയ കാര്യമില്ലാത്ത വിഷയമാണ് എന്ന് തള്ളേണ്ട കാര്യമല്ല ഇത് എന്നുള്ളതാണ് നാം ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായി സഹവസിക്കുമ്പോൾ അവരോട് തമാശ പറയുകയും അവരോടൊപ്പം കളിക്കുകയും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ കഥകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഹദീസുകളിൽ നിന്ന് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നല്ലൊരു സഹവാസം ഭാര്യയുമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമാകുമ്പോഴും നമ്മുടെ ഭാര്യമാരോടൊപ്പമാകുമ്പോഴും നമ്മുടെ മാനസികാവസ്ഥ പരിശോധിച്ചാൽ മതി. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടില് ഒരു ഗ്ലാസ് ഇരിക്കുകയാണ്, അത് ഭാര്യ അറിയാതെ കൈ തട്ടി നിലത്ത് വീണ് പൊട്ടി, അല്ലെങ്കിൽ പാത്രം പൊട്ടി. ചില ഭർത്താക്കന്മാർ വളരെയധികം ദേഷ്യപ്പെടും, ഒന്നും ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ ഇസ്തിരി ഇടുമ്പോൾ വസ്ത്രം കരിഞ്ഞുപോയി, വളരെയധികം കോപിക്കുന്ന, അല്ലെങ്കിൽ വേറെ അങ്ങനെ പലതും. അതേ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മളെ ഏറ്റവും അടുപ്പുള്ള ഒരു സുഹൃത്ത്, അവനാണ് ആ സ്ഥാനത്ത് അത് ചെയ്യുന്നതെങ്കിലോ അവര് തമാശ പറഞ്ഞ് ചിരിക്കുകയായിരിക്കും, ചിലപ്പോ ചിരിച്ച് കളിച്ച് തള്ളും. അപ്പൊ ഭാര്യയോടും സുഹൃത്തിനോടും അവന്റെ പെരുമാറ്റം ആലോചിച്ച് നോക്കി, അതിൽ ഏറ്റവും ഹക്കുള്ളത് ആരാണ്? അവന്റെ ഭാര്യയാണ്. അപ്പൊ നമ്മുടെ ആ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഭാര്യയോടുള്ള സഹവാസം ഏറ്റവും നല്ലതായിരിക്കുക എന്നുള്ളത്. ഭർത്താക്കന്മാർ ഈ വിഷയത്തിൽ അവന്റെ സൽസ്വഭാവം, അവന്റെ സ്വഭാവം, ഭാര്യമാരുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, എല്ലാത്തിലും പ്രത്യേകം ശ്രദ്ധിക്കാൻ നാം ഓരോരുത്തരും പരിശോധിക്കുക എന്നുള്ളത്. ഇത് കൂടുതൽ വിശദീകരിക്കാത്ത മുൻപ് കുറെ പറഞ്ഞതുകൊണ്ടാണ്. ഇനി 17ാമത്തെ വിഷയം, ഖില്ലത്തുൽ ഇഅ്തിദാദി ബിത്തജമ്മുലി ലിസ്സൗജതി. ഭാര്യയ്ക്ക് വേണ്ടി തജമ്മുൽ എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങുന്നതിലുള്ള കുറവ്. ചില ആളുകൾ അത്ഭുതപ്പെടും, ഭർത്താക്കന്മാർ അണിഞ്ഞൊരുങ്ങേണ്ടതുണ്ടോ എന്നുള്ളത്. അതായത് സൗന്ദര്യം നല്ല രീതിയിലാവുക എന്നുള്ളത് ഭാര്യയ്ക്ക് വേണ്ടി, അതിലുള്ള കുറവ്, ആ അണിഞ്ഞൊരുങ്ങുന്നതിലുള്ള കുറവ്. നമുക്കറിയാം, ഭാര്യമാര് ഏറ്റവും അധികം കേട്ടിട്ടുണ്ടാവും ഭർത്താവിനോടുള്ള കടമകളെ കുറിച്ച്, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങേണ്ടതിനെ കുറിച്ച്, ഭർത്താവിന് വേണ്ടി അങ്ങനെ ഓരോ കാര്യ വിഷയങ്ങളും.
ചില സ്ത്രീകൾ വിചാരിക്കും ഭർത്താക്കന്മാർക്ക് ഒരു കടമില്ലേ, ഭർത്താക്കന്മാർ ഇതൊന്നും ചെയ്യേണ്ടതില്ലേ എന്ന് ചില ആളുകൾ, ഭർത്താവ് ചെലവിന് മാത്രം തന്നാ മതിയോ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഇസ്ലാം ഒരിക്കലും ഒരാളുടെ ന്യൂനത, ഒരു അഴകുഴമ്പം, ഒരു വൃത്തിയില്ലായ്മ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഏറ്റവും നല്ല രീതിയിലും നല്ല വൃത്തിയിലും നല്ല രീതിയിലുമായിരിക്കണം ഏതൊരുവൻ. ഇവിടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പുരുഷന്മാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും നല്ല വേഷം ധരിക്കും, ഏറ്റവും നല്ല സുഗന്ധം പൂശും, ഏറ്റവും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പുറത്തിറങ്ങും. എന്നാൽ വീട്ടിനകത്താവുമ്പോഴോ എപ്പോഴും ഒരു കീറിയ കള്ളിമുണ്ടും എടുത്ത് അല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, ചില ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയോടൊപ്പം കിടപ്പറയിൽ കിടക്കാൻ ഒന്ന് കുളിക്കുക പോലുമില്ല, വയർപ്പിന്റെ ഗന്ധവും അങ്ങനെ ഒരു വൃത്തിയില്ലാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ, നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി എങ്ങനെ അണിഞ്ഞൊരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഭാര്യമാരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഓരോ ഭാര്യമാർക്കും ഓരോ രീതിയിലാവും. ഭാര്യമാർ അധികവും അത് പ്രകടിപ്പിക്കൂല, അവരുടെ ആവശ്യം അതാണ് എന്നുള്ളത്. ചില ഭാര്യമാർ തുറന്നു പറയും, നിങ്ങൾ ഇന്ന വസ്ത്രം എനിക്ക് ഇട്ടൊന്ന് കാണണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇന്ന വേഷം അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അവർക്കുണ്ടാവും അതുപോലുള്ള താല്പര്യങ്ങൾ. അത് നമ്മൾ പരിഗണിക്കണം. പുറത്തേ നമ്മളെല്ലാം നല്ല രീതിയിൽ ആളുകളെ കാണിക്കാൻ ചെയ്യുമ്പോൾ അവിടെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ആഗ്രഹത്തെ നമ്മൾ അല്പമെങ്കിലും പരിഗണിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഇത് പരസ്പരം തുറന്നു പറയാതെ ഒരുപാട് ചില പ്രശ്നങ്ങൾ ഇതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടാവുന്നത് പല കുടുംബങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, നിങ്ങൾക്ക് അവരിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പോലെ നിങ്ങൾക്ക് അവരിലേക്കും ചില ബാധ്യതകൾ ലഭിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു കാര്യം, ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറയാണ്, ഇന്നി ലഉഹിബ്ബു അൻ അതസയ്യന ലിൽമർഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി അൽമർഅതു, ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടുന്നു. ഏതുപോലെ? എന്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ, അഥവാ അലങ്കാരം, നല്ലൊരു വേഷം ധരിക്കാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, മാന്യമായ നിലക്ക്. ഹറാമായ വേഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോലം കെട്ടുകളോ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ നല്ല വൃത്തിയിലും നല്ല വേഷം ധരിച്ചും അവർക്ക് ഇഷ്ടമുള്ള, അധിക ഭാര്യമാരും പറയുന്നുണ്ടാകും. അപ്പോൾ അവരാഗ്രഹിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ആഗ്രഹം പരിഗണിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി 18ാമത്തേത്, ഖില്ലത്തുൽ ഇഹ്തിമാബി ബിഖൗലി ദുആഇൽ വാരിദി ഹാല ഇത്യാനി സൗജ, ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഉദ്ദേശിക്കുമ്പോൾ, അവരിലേക്ക് ചെല്ലുമ്പോൾ ചൊല്ലേണ്ട ദുആ, ആ ദുആ ചൊല്ലുന്നതിലുള്ള ഒരു നിസാരവൽക്കരിക്കൽ, അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ചില ആളുകൾ ഈ ദുആനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കാം, ചില ആളുകൾ മറന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെയായിരിക്കാം. എന്നായാലും അത് ദീനിലും അവന്റെ വിഷയങ്ങളിൽ വരുന്ന ഒരു കുറവ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്താൻ വജന്നിബ് അശ്ശൈത്താന മാ റസഖതനാ فقضي بينهما ولد في ذلك لم يضره شيطان أبدا. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് ചെല്ലാൻ ഉദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ചെല്ലുമ്പോൾ അവൻ പറയട്ടെ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്താന വജന്നിബ് അശ്ശൈത്താന മാ റസഖതനാ, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ശൈത്താനെ അകറ്റണം, അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഇതിൽ അല്ലാഹു തആല നൽകുന്ന കുട്ടിയെ നീ അകറ്റണം, പിശാചിൽ നിന്ന് അകറ്റണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിലൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ശൈത്താൻ ഒരിക്കലും ഉപദ്രവിക്കില്ല, ഒരു ഉണ്ടാക്കൂല എന്നുള്ളത്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അവന് പിശാചിന്റെ ഒരു വസ്വാസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുകയോ ഒന്നല്ല. പിശാച് അവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാക്കാവുന്ന പല രോഗങ്ങളിൽ നിന്നും തടയാൻ ഒരു തടസ്സമായിക്കൊണ്ട് ഈ ദുആ മാറുന്നതാണ്. ഈ ദുആ വെറുതെ ചൊല്ലിയത് കൊണ്ടാവില്ല, അതിന് മറ്റു പല ആളുകളുടെ ഈമാനും അതുപോലെ വിശ്വാസം ഒരുപാട് കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട്. ഉലമാക്കൾ വിശദീകരിക്കുമ്പോൾ കാണാം. എന്നിരുന്നാലും സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പിശാചിന്റെ വസ്വാസുകൾ ഈ കുട്ടിക്കും ഉണ്ടാകും. എന്നാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന
ആ അസുഖങ്ങളിൽ നിന്ന് അവന് സംരക്ഷണമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ മറന്നു പോകുന്നതോ അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതോ ഉണ്ടാവരുത് ഭർത്താക്കന്മാർ. 19-ാമത്തേത് ഖില്ലത്തുൽ മുറാഅതി ലി ആദാബിൽ ജിമാഇ വഹിക്മിഹി വഅഹ്കാമിഹി. ജിമാഇന്റെ അഥവാ ലൈംഗിക ബന്ധപ്പെടുന്നതിന്റെ ആദാബുകൾ, അതിന്റെ ഹിക്മത്തുകൾ, അതിന്റെ അഹ്കാമുകൾ, അതിനെക്കുറിച്ച് അറിവില്ലാത്ത, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാം, വിവാഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്നുള്ള ആ ബന്ധത്തിൽ അല്ലെങ്കിൽ നിക്കാഹ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ധാരണയും ഒരു ബോധവും ഭർത്താക്കന്മാർക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ ഇതിൽ പറയുന്നത് അതിന്റെ ഹിക്മത്തുകൾ, അതുകൊണ്ടുള്ള ഹിക്മത്തുകൾ, ലക്ഷ്യങ്ങൾ, അതുപോലെ അഹ്കാമുകൾ, അതിന്റെ വിധികൾ, അത് മതപരമായിട്ടുള്ള ജനാബത്തായി കഴിഞ്ഞാൽ കുളി, വുദു, അതുപോലെയുള്ള അതിന്റെ വിധികൾ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും അതിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളത്. പല പുരുഷന്മാർക്കും ഈ വിഷയത്തിൽ വളരെ വലിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. കാരണം ഒന്നല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള മടിയായിരിക്കാം. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ലജ്ജയുള്ളവരായിരിക്കും, അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയില്ല. ഇതിൽ ഷേഖ് പറയുന്ന ചില കാര്യങ്ങൾ, ഒരു ഭർത്താക്കന്മാർക്ക് ഉണ്ടാവുന്നത് അവർക്ക് ജിമാഇന്റെ അദബുകൾ, അതിനെ മര്യാദകൾ അറിയുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ അവരുടെ ആവശ്യം, അതായത് ഭർത്താക്കന്മാർ പുരുഷന്മാരുടെ ആവശ്യം തീർക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അതിന്റെ ഘട്ടങ്ങളോ അതിന്റെ പരിഗണനകളോ ഒന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ചില ആളുകൾ അതിൽ ഭയങ്കര ഇസ്റാഫായിരിക്കും. അതായത് ജിമാഇൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ വളരെ ഇസ്റാഫ്, അതായത് ഒരുപാട് കൂടുതലാവുന്നത്. ചില ആളുകൾ ഒരുപാട് കാലത്തേക്ക് ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളത് ഭാര്യമാണ്. അള്ളാഹു ഹഖ് പറയുന്നതിൽ ലജ്ജിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഈ ഓരോ വിഷയങ്ങളും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, ഒരു ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വുദു എടുക്കേണ്ടത്, അതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും അറിയാത്ത ആളുകൾ. അപ്പൊ ഇതിന്റെ ഹിക്മത്തുകൾ, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയ്ഖ് ഓരോ കാര്യങ്ങൾ എന്നെ പറയുന്നതിൽ ഒന്നാമത്തേത് അൽ വുഖൂഫ് അലാ ശൈഇൻ മിൻ ഹികമിൽ ജിമാഇ വ മനാഫിഇ. ലൈംഗിക ബന്ധപ്പെടുന്നതിന്റെ അതിന്റെ ഉദ്ദേശങ്ങളും അതിന്റെ ഉപകാരങ്ങളെയും കുറിച്ച് അറിവില്ലാതിരിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജാദുൽ മആദ് എന്നുള്ള ആ കിതാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏത് വിഷയത്തിൽ, ഭാര്യയുമായിട്ട് ഈ ജിമാഇന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറയാൻ ഏറ്റവും ഉത്തമമായ മാതൃക റസൂലുള്ളാഹി നൽകിയിട്ടുണ്ട്. അത് പാലിക്കുകയാണെങ്കിൽ അവന്റെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാനും ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനും അവന്റെ നഫ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമായിട്ട് അത് മാറുമെന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു വിഷയമാണ്. ഫൈനൽ ജിമാഅ വളഅ ഫിൽ അസ്ലി ലിസലാസതി ഉമൂർ. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ജിമാഇന്റെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന്റെ ലക്ഷ്യങ്ങളുള്ളത്. ഒന്നാമത്തേത് ഹിഫ്ളുൻ നസ്ൽ, മനുഷ്യന്റെ പരമ്പര കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളുടെ പരമ്പര നിലനിൽക്കാനുള്ള സബബ് എന്നുള്ള നിലക്ക്. രണ്ടാമത്തേത് ഇഖ്റാജുൽ മാഇ അല്ലദീ യദുറു ഇഹ്തിബാസഹു വ ഇഹ്തിഖാനഹു ബിജുംലത്തിൽ ബദൻ. ശരീരത്തിൽ കെട്ടിക്കിടന്നാൽ ദോഷം ചെയ്യുന്ന പുരുഷന്റെ വെള്ളം അഥവാ മനീയ് അത് പുറത്തേക്ക് തള്ളുക എന്നുള്ളത്, അത് പുറത്തേക്ക് കളയുക എന്നുള്ളത്. മൂന്നാമത്തേത് ഖളാഉൽ വത്ർ വ നൈലുൽ ലദ്ദ, അതിന്റെ ആസ്വാദനം, അതിന്റെ സ്ത്രീ പുരുഷ ബന്ധത്തിലെ ആസ്വാദനം. എന്നിട്ട് അദ്ദേഹം പറയാണ്, സ്വർഗത്തിൽ ഈ അവസാനം പറഞ്ഞ മാത്രമായിരിക്കും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. അവിടെ പിന്നെ മനുഷ്യ പരമ്പര ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ചെയ്യുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വഫുളലാഉൽ അതിബ്ബാ യറൗന അന്നൽ ജിമാഅ മിൻ അഹദി അസ്ബാബി ഹിഫ്ളിസ് സിഹ്ഹ. അതിബ്ബാകൾ, വൈദ്യന്മാരിലെ ശ്രേഷ്ഠർ പറഞ്ഞിരിക്കുന്നു, അവർ പറയുന്നു ഈ ജിമാ എന്നുള്ളത്, ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ളത് അഹദി അസ്ബാബി ഹിഫ്ളിസ് സിഹ്ഹ, ഒരുത്തന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, അവന്റെ സിഹത്ത് സംരക്ഷിക്കാൻ ഏറ്റവും വലിയൊരു കാരണമാണ് എന്നുള്ളത്, ഏറ്റവും വലിയ
ഒരു കാരണമാണ് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ഉപകാരങ്ങൾ എന്ന് പറയുന്നത് ദൃഷ്ടി താഴ്ത്താൻ ഉപകരിക്കുന്നു, അവന്റെ ശരീരം സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ ഇഫ്ഫത്ത് ഉണ്ടാവാൻ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ, അതുപോലെ തന്നെ സ്ത്രീക്കും അതുപോലെ ഒരുപാട് ഗുണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് ശൈഖ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി നിന്ന് കൊടുക്കുകയാണ്. രണ്ടാമത്തേത് ഈ വിഷയത്തിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമായി പറയുകയാണ്, അൽ ഇഅ്തിദാലു ഫിൽ ജിമാഇൽ ലൈംഗികമായി ബന്ധപ്പെടൽ ഒരു മിതത്വം പറഞ്ഞാൽ ഇസ്റാഫ് ഇല്ലാതെ, എന്നാൽ തീരെ അത് ഒഴിവാക്കുന്ന രീതിയല്ലാതെ അതിന്റെ മിതത്വം പാലിക്കുക. നാം പറഞ്ഞു, ഇതിൽ കൊടുക്കാൻ ശൈഖ് പറയാണ്, ഇതിന്റെ നന്മകൾ നമ്മൾ പറഞ്ഞു, പക്ഷേ ആ നന്മകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഇസ്റാഫ് അത് മനുഷ്യന് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്റെ ശരീരത്തിന് ധാരാളമായി ഈ ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ, അവന്റെ ദൃഷ്ടിയുടെ കാഴ്ചശക്തി കുറയും, അവന്റെ ശരീരത്തിന്റെ ശക്തി കുറയും, അവന് ശരീരത്തിന് പ്രായമാകുമ്പോൾ പിന്നെ കൈവറകൾ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്ന പല കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഇസ്റാഫ് ഉണ്ടാവുക എന്നുള്ളത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവന് ആവശ്യം ഉണ്ടായിരിക്കാം, പക്ഷെ ഏത് കാര്യവും, ഹലാലായ ഏത് കാര്യവും, ഭക്ഷണമാവട്ടെ വെള്ളമാവട്ടെ, ഒന്നും ഇസ്റാഫ് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ദോഷമേ വരുത്തുകയുള്ളൂ. ഇസ്റാഫ് ചെയ്യുന്ന ഏത് കാര്യത്തിലും മനുഷ്യന് ദോഷമായിരിക്കും. അതിലെ മിതത്വം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ സാന്ദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇത് കിതാബിലുള്ളതല്ല. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാക്കളോട് ഈ കാലഘട്ടത്തിൽ ഇത് പറയേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. കാരണം മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ തന്നെ വിവാഹവും സ്ത്രീ പുരുഷ ബന്ധങ്ങളും അതിലൂടെ കുട്ടികളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ആരും ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, ആരും ഇത് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുമല്ല. പക്ഷേ ഇന്ന് കാലത്തെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ബാത്തിലായ ഒരുപാട് അറിവുകൾ നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ മുതലുള്ള ചെറുപ്പക്കാർക്ക് നമുക്കറിയാം, ലോകത്ത് വ്യഭിചരിക്കുന്നതിന്റെയും അതുപോലെ തന്നെ അശ്ലീല ദൃശ്യങ്ങൾ ലഭിക്കാൻ ഇന്ന് വളരെ സുലഭമാണ്. അതിന്റെ അപകടം ഇന്ന് ഏകദേശം 10 വയസ്സ് മുതലുള്ള കുട്ടികൾ അല്ലെങ്കിൽ 8 വയസ്സ് മുതലുള്ള കുട്ടികൾ തന്നെ അതിനോട് ആദ്യമായിട്ട് അത് കാണുകയും അതിനെക്കുറിച്ച് കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചുണ്ടാകുന്ന കാഴ്ചപ്പാട്, അവർ കാണുന്നത് അവർക്ക് ലഭിക്കുന്ന അറിവാണ്. സിനിമകളിൽ നിന്നാവട്ടെ, സംഗീതങ്ങളിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ ഇതിനായി നിൽക്കുന്ന വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ അതുമാവട്ടെ, അവർ കാണുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധമെന്നാണ്. എന്നാൽ അത് ഒരു അഭിനയം മാത്രമായിരിക്കും. ഒരുപാട് യുവാക്കൾ നമുക്കറിയാം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വിവാഹം തന്നെയാണ് അതിനുള്ള പരിഹാരം, യാതൊരു സംശയവുമില്ല, വിവാഹം തന്നെയാണ്. പക്ഷേ ഈ യുവാക്കളോട് നാം പറയട്ടെ, വിവാഹം എന്നുള്ളത് ഒരു പരിഹാരമാണെങ്കിൽ കൂടി അധികം ആളുകളും ഇതുപോലുള്ള കാര്യത്തിന് അടിമപ്പെടുന്ന വിവാഹത്തിന് ശേഷമാണ്. നമുക്കറിയാം, എത്രയോ സ്ത്രീകൾ, എത്രയോ ഭാര്യമാർ അവരുടെ ഭർത്താവിന്റെ ഈ ദുശീലം, പുറത്ത് മാന്യന്മാരായിരിക്കും, എന്നാൽ രഹസ്യ ജീവിതത്തിൽ ഇതുപോലുള്ള അശ്ലീലതകൾ കാണുന്ന ഈ ദുശീലം ഭാര്യമാർക്ക് എത്രയോ പേർക്ക് അറിയാം. അവർ ഭർത്താവിന്റെ മൊബൈലിൽ നിന്നും അല്ലാതെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഭർത്താവിനോട് പറയുന്നതിന്റെ ലജ്ജ കൊണ്ടും ആ ആളുകൾ അറിയുന്നതിലുള്ള മോശം കൊണ്ടും അധിക ഭാര്യമാരും പറയാറില്ല. പുരുഷന്മാർ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല, പക്ഷെ ഭാര്യമാർ അത് അറിയാതെ ഭാര്യമാർക്ക് മനസ്സിലാവും. നമ്മൾ എങ്ങനെയായാലും ഭാര്യമാർക്ക് അത് മനസ്സിലാവും. അപ്പൊ ഒരുപാട് ഭർത്താക്കൻ വിവാഹം കഴിഞ്ഞവർ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. യുവാക്കൾ ചിന്തിക്കുക, ഞാൻ വിവാഹം കഴിച്ചാൽ ഇതൊന്ന് എന്റെ പ്രശ്നം തീരും, ഞാൻ അതൊന്ന് രക്ഷപ്പെടുന്നാണ് യുവാക്കൾ ചിന്തിക്കുക. പക്ഷെ അതല്ല, വിവാഹം കഴിച്ചാലും അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവൻ കാണുന്നതും ചിന്തിക്കുന്നതുമല്ല യഥാർത്ഥത്തിൽ വിവാഹശേഷമുള്ള ലൈംഗിക ജീവിതം. നാം ഇത് പറയാനുള്ള കാരണം, വിവാഹം കഴിച്ചിട്ട് അവന്റെ ഭാര്യയിൽ നിന്ന് അവൻ കണ്ടതും പഠിച്ചതും കേട്ടതുമായിട്ടുള്ള രീതിയിലല്ല ഈ കാര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അവൻ ചിന്തിക്കുക, അപ്പോ ഇവളുടെ എന്തോ പ്രശ്നമാണ്, ഭാര്യയുടെ എന്തോ പ്രശ്നമാണ്, അപ്പൊ ഇനി വേറൊരാൾ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും. അവൻ ഇനി 10 കല്യാണം കഴിച്ചാലും അവനത് തീരൂല. കാരണം അവന് തെറ്റായ ഇൽമുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവന്റെ മനസ്സ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കാണുന്ന, ഇതിനടിമപ്പെട്ടു പോയ യുവാക്കളോട്, ചെറുപ്പക്കാരോട്, കുട്ടികളോട് നാം പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹലാലായി വെച്ചിട്ടുള്ള ആ ആസ്വാദനത്തെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ ഈ ഹറാമായത് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ദോഷം വേറെ,
ഇതിന്റെ വേദനകളും സങ്കടങ്ങളും വേറെ. ഇതിനപ്പുറത്തേക്ക് അല്ലാഹു തആല ഹലാലായി വെച്ച വലിയൊരു ആസ്വാദനം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഇസ്ലാമിന്റെ ഒരു അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ട ഒരു രീതിയാണ്. ഒരു കാര്യത്തിന് അള്ളാഹ് പ്രതിഫലം കൊടുക്കുക അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും. അപ്പൊ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഈ കാര്യത്തിൽ അവൻ മുഴുകുകയാണെങ്കിൽ അവൻ ആ വിഷയത്തിൽ ഹലാലാക്കി വെച്ചിട്ടുള്ള കാര്യത്തിൽ അവന് ആസ്വാദനം കണ്ടെത്താൻ പറ്റൂല. യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ യുവത്വത്തിൽ ചെയ്യുന്ന തിന്മകളുടെ അനന്തരഫലം പ്രായമാകുമ്പോൾ വാർദ്ധക്യത്തിലെങ്കിലും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആവശ്യം. നാം പറഞ്ഞു വന്നത് ഇതുപോലുള്ള കാര്യങ്ങളെ നമുക്കറിയാം. നമ്മൾ ദീനിയായിട്ട് ഒന്നുകിൽ ഹിഫ്ള് പഠിക്കുന്ന അല്ലെങ്കിൽ ദീനി രംഗത്തുള്ള ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എത്രയോ ചെറുപ്പക്കാർ വ്യക്തിപരമായിട്ട് എന്നെയൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഈ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടും ഞാൻ ഇതൊക്കെ കണ്ടുപോകുന്നു കേട്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവർ സങ്കടം പറയാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കണം. അപ്പൊ ചെറുപ്പക്കാരുടെ യുവാക്കളോട് വിവാഹം ഇതിനൊരു പരിഹാരമാണെങ്കിൽ കൂടി ഈ തിന്മയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് മാറണം. എന്നാലേ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ ഹലാലിന്റെ ആസ്വാദനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് ഇത് ലഭിക്കാതെ വീണ്ടും നിങ്ങൾ ആ തിന്മയിലേക്ക് എത്തും. നിങ്ങളുടെ കുടുംബജീവിതം ആകെ തകർന്ന് തരിപ്പണമാകും. എത്രയോ ആളുകൾ ഈ അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. ഭാര്യമാർ ഇത് പുറത്ത് പറയാതെ ഇങ്ങനെയൊരു ജീവിതം ജീവിച്ചത് ഇങ്ങനെ തീർന്നോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പൊ നാം പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക യുവാക്കൾ വിവാഹത്തിന് എടുത്തു ചാടുന്നത് ഈ വിഷയം കൊണ്ടായിരിക്കും. എന്നാൽ ഇതിന്റെ ഒരു പ്രധാന പരിഹാരം വിവാഹമാണെങ്കിൽ കൂടി അതിനു മുൻപ് തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇതുപോലെ തിന്മകളിൽ നിന്ന് ഒഴിവാവാനും ആ അറിവുകൾ അതിൽ നിങ്ങൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള അറിവുകൾ അത് ബാത്തിലാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുക. അല്ലെങ്കിൽ അവനത് ലഭിക്കൂല യഥാർത്ഥ ജീവിതത്തിൽ. ഇപ്പോ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ നടക്കുമോ? നടക്കില്ല. അത് ഒരാളുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളെ അവർ അഭിനയിച്ചുണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളും അവർക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അത് യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഞാൻ പൊതുവെയുള്ള മുസ്ലിം ഉമ്മത്തിനോട് യുവാക്കളോട് ഒരു നസീഹത്തായി പറയുകയാണ്, ഈ വിഷയം നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ഈ ബാക്കി എല്ലാ വിഷയങ്ങളും റെഡിയാണെങ്കിലും ഇതിലൂടെ അത് പൊളിഞ്ഞു പോകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ ഭർത്താക്കന്മാരോടും ഇതിന് ഇന്നത്തെ കാലത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായ വ്യത്യാസമല്ല. പണ്ടൊക്കെ യുവാക്കളെ മാത്രമേ ഈ കാര്യത്തിൽ പേടിക്കേണ്ടുള്ളൂ. പക്ഷേ ഇപ്പൊ വാർദ്ധക്യത്തിൽ എത്തിയ ആളുകൾക്ക് വരെ ഇതിനടിമപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ പിഴപ്പിക്കാൻ ശത്രുക്കൾ ഒരുക്കിയിട്ടുള്ള ഇതുപോലുള്ള കെണികളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞ പുരുഷന്മാരോടാണ് പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തുറന്നു പറയേണ്ടത് നിങ്ങളുടെ ഭാര്യയോടാണ്. തുറന്നു പറയാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മാറാൻ അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ. ചില സ്ത്രീകൾ ഇതിന് അടിമപ്പെട്ടു പോയവരുണ്ട്. സ്ത്രീകൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടാവും. ഭർത്താക്കന്മാരോട് പറഞ്ഞ ഭർത്താക്കന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ ഭർത്താവിന്റെ ഈ പ്രശ്നം ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് ചോദിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നും അതിനുള്ള പരിഹാരം നിങ്ങൾ തേടുക. യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും. കാരണം ശൈത്വാൻ മെല്ലെ 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 ഇതിലേക്ക് വീഴ്ത്തി അതിൽ അധപതിച്ചു പോയി കഴിഞ്ഞാൽ അൽ ഇശ്ഖു അഅ്ളമു മിമ്മാ ബിൽ മജാനി, ഒരു മദ്യം കഴിച്ച് മത്തു പിടിക്കുന്നതിനേക്കാൾ അധികമായി ലഹരി നൽകുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ വിവാഹത്തിന് ശേഷവും നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു സ്വപ്നം കൊണ്ട് ചെന്നാൽ നമുക്ക് നിരാശയായിരിക്കും ഫലം. അതുകൊണ്ട് അതിനാണ് ഈ പറയുന്നത്, നിരാശയായിരിക്കും ഫലം. അപ്പോൾ ഈ വിഷയത്തിൽ അൽ ഇഅ്തിദാൽ, ഒരു മിതത്വം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിനും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വേറെയും പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ട ദവാമുവത്തിൻ, സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അവനെ നശിപ്പിച്ചു കളയും, അവന്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചു കളയും, അവന്റെ ഹിഫ്ള് നിൽക്കൂല, അവന് ദീന് ഇൽമ് നിൽക്കൂല, അവന് ഇബാദത്തിന് കൂടുതൽ ആരോഗ്യം ലഭിക്കൂല, അവന് രാത്രി ഇന്ന് നമസ്കരിക്കാനുള്ള ആരോഗ്യം ലഭിക്കൂല. ചില ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാവും, ചില ആളുകൾക്ക് ഉണ്ടാകും. പക്ഷേ എന്തിരുന്നാലും ഇതിലുള്ള ഇസ്റാഫ്
ഉണ്ടാവാൻ പാടില്ല. അതിന് പരിഹാരമായിട്ട് നിങ്ങൾ കരുതുന്നത് 2 കെട്ടുക 4 കെട്ടുക ഈ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അത് എത്ര വിവാഹം കഴിച്ചാലും നിങ്ങൾക്ക് അത് പൂർത്തിയാവൂല. പുരുഷന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് അൽ വുഖൂഫ് അലാ ബഅലി ആദാബിഹി, ഇതിന്റെ ചില മര്യാദകൾ പാലിക്കുക എന്നുള്ളത്. അതായത് ഈ വിഷയത്തിൽ ഇത് ശരിക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാക്കളൊക്കെ മാത്രം വിളിച്ചിരുത്തി പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട വിഷയങ്ങളാണ്. എന്നാലും ഒന്ന് ആഴത്തിൽ വിശദീകരിച്ച് അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവായി പറയുമ്പോൾ ഈ ജിമാഉമായി ബന്ധപ്പെട്ട്, ലൈംഗികമായി ബന്ധപ്പെട്ട് അതിന്റെ ആദാബുകൾ, അങ്ങനെ ചില വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ട. ആദാബുകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്റെയും ഭാര്യയുടെയും മാനസിക അവസ്ഥയും ശാരീരിക അവസ്ഥയും വ്യത്യസ്തമാണ്. പുരുഷന് ഒരു വികാരം ഉത്തേജിപ്പിക്കാൻ അവനൊന്ന് കണ്ടാൽ മതി, അവനൊരു പെണ്ണിനെ കണ്ടാൽ മതി. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സംസാരങ്ങളും സ്പർശനങ്ങളുമാണ് സ്ത്രീകളുടെ വികാരം ഉത്തേജിപ്പിക്കുക. പുരുഷന് പെട്ടെന്ന് തന്നെ വികാരം ഉത്തേജിക്കപ്പെടുകയും പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാവുകയും ചെയ്യും, തീരുകയും ചെയ്യും. എന്നാൽ സ്ത്രീക്ക് വളരെ മെല്ലയെ അത് ഉണ്ടാവുകയുള്ളൂ, വളരെ മെല്ലെ തന്നെ അത് പോവുകയുള്ളൂ. അതുകൊണ്ട് നാം പറയുന്നത് ഇങ്ങനെ ഇതിന്റെ ചില അദബുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഈ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന്റെ വിവാഹ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനും അതിലൂടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും നാം ഓരോരുത്തരും സാധിക്കും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൃഗങ്ങൾ ചാടി വീഴുന്നത് പോലെ അവരോട് കളിതമാശകൾ പറഞ്ഞ്, അവരോട് ചുംബിച്ചുകൊണ്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത്, അതുപോലെ അതിന് ഉപകാരപ്പെട്ട ഏറ്റവും നല്ല സമയം മനസ്സിലാക്കി അതിന്റെ സമയം, ചില സമയങ്ങൾ ഭാര്യമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയമായിക്കൊള്ളാം, ഭാര്യമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറയും. അപ്പൊ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് രണ്ടുപേരും മനസ്സിലാക്കി, അതിന്റെ രീതികൾ മനസ്സിലാക്കി ആ രീതിയിൽ അതിലേക്കൊരു സമീപിക്കുക എന്നുള്ളത് അതിന്റെ ആസ്വാദനം യഥാർത്ഥ രൂപത്തിൽ ലഭിക്കും. ഇൻഷാ അല്ലാഹ് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അടുത്തത് അൽ വുഖൂഫ് അലാ കൈഫിയത്തുൽ ഗുസ്ലി മിനൽ ജനാബ, ജനാബത്തിന്റെ കുളിയെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് വിവാഹം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടാണ് വിളിക്കുക, അതിൽ ഉസ്താദിനെ വിളിച്ചിട്ട് ജനാബത്തിന്റെ കുളി എങ്ങനെ കുളിക്കേണ്ടത്, അതെങ്ങനെ, അതിനെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് അറിയുക എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കാതെയോ അല്ലെങ്കിൽ വുദു എടുക്കാതെയോ കിടന്നുറങ്ങുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാം. ചില ഹദീസുകൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ കാണാനില്ല. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും അത് വെറുത്തിരുന്നു എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ, അതായത് ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കുന്നതിന്റെയും എല്ലാം വിഷയത്തിൽ പറയുന്നുണ്ട്. അത് ദീന്റെ ശർഇന്റെ വിധിയിൽ നിന്ന് അപ്പുറത്തേക്ക് വൈദ്യപരമായിട്ട് ശാരീരികപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കാരണം ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും അധികം എനർജി ചെലവാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരം വല്ലാതെ ചൂട് പിടിക്കും. അതിനുശേഷം ശരീരത്തിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ബാലൻസ് ആവും. ആ സമയത്ത് ഒരുപാട് ശരീരത്തിന് ഗുണമുണ്ടാകും. അതല്ലാതെ കിടക്കുമ്പോൾ ശരീരം ഒരുപാട് മറ്റു പല പ്രശ്നങ്ങളും ദുർബലമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അഹദുകും അഹ്ലഹു ثم അറാദ അൻ യഊദ ഫലിയതവല്ല, നമ്മൾ ഭാര്യയുമായിട്ട് ഒരു തവണ ജിമായിൽ ഏർപ്പെട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് അതിലുള്ള കഴിവും ശക്തിയൊക്കെ ഉണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ വുദു എടുക്കട്ടെ എന്നുള്ളത്. കാരണം വുദു എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട അവയവങ്ങളിലൂടെ വെള്ളം കടക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ വീണ്ടും ബാലൻസ് ആവുകയും അവന് വീണ്ടും നല്ല രീതിയിൽ, ഇത് അനുഭവമുള്ളവർക്ക് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല, വിവാഹം കഴിഞ്ഞവർക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമായിരിക്കും, നല്ല രീതിയിൽ ഒന്നുകൂടി ഉന്മേഷത്തോടു കൂടി അവന് അടുത്ത തവണ ജിമായിൽ ഏർപ്പെടാൻ സാധിക്കും എന്നുള്ളത്. ഇനി ജനാബത്തിന്റെ കുളിയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ്, അതിന്റെ സിഫത്താണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ജനാബത്തിന് കുളിക്കുകയാണെന്നുള്ള നിയ്യത്ത് വെക്കുക, അതുപോലെ തന്നെ തന്റെ ലൈംഗിക അവയവവും ഈ മ്ലേച്ഛതകളായിട്ടുള്ള മറ്റു ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി കഴുകുകയും അതിനുശേഷം വുദു എടുക്കുകയും, നമസ്കാരത്തിന് വുദു എടുക്കുകയും അതിനുശേഷം കുളിക്കുകയും, അവന്റെ മുടിയെല്ലാം നനച്ചുകൊണ്ട് വലതു ഭാഗത്ത് തുടങ്ങി തലയുൾപ്പെടെ ശരീരം മൊത്തം വെള്ളം ഒഴിക്കുക എന്നുള്ളത്. പല ഫുഖഹാക്കളും വുദു ഇല്ലെങ്കിൽ കൂടി ആ കുളി ശരിയാകും എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്, അത് ജായിസാവും എന്നുള്ള നിലക്ക്. അപ്പോൾ ജനാബത്തിന്റെ കുളിയുടെ രൂപവും അതുപോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോ അതവിടെ അവസാനിച്ചു. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ യുവാക്കൾക്ക്, വിവാഹം കഴിക്കുന്നവർക്ക് ഇത് പ്രത്യേകം പറഞ്ഞു കൊടുത്താൽ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ കൊണ്ടാട്ടോ, ഞാൻ പറഞ്ഞല്ലോ, ബാത്തിലായ ഇൽമു കൊണ്ട്
നമ്മുടെ ചെറുപ്പക്കാർ കാണുന്ന സ്വപ്നങ്ങൾ വിവാഹശേഷം തകരുമ്പോൾ അവരുടെ വിവാഹ ജീവിതമാണ് അവിടെ തകരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ബോധം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് അടുത്തുള്ള ആളുകളോട്, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ അടുത്തുള്ള അറിവുള്ള ആളുകളോട് അതിനെക്കുറിച്ച് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് 20ാമത്തെ കാര്യം ഇഫ്ശാഉ സിർറിൽ ഫിറാഷ്, കിടപ്പറയിലെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുക എന്നുള്ളത്, പരസ്യമായി പറയുക എന്നുള്ളത്. ചില പുരുഷന്മാർ ഒരു ലജ്ജയുമില്ലാത്ത ആളുകളുണ്ടാവും, ഒരു ലജ്ജയുമില്ലാത്ത. അവര് തന്റെ ഭാര്യയുമായി കിടപ്പറയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് തന്റെ കൂട്ടുകാരോടും തന്റെ അടുത്തവരോടുമെല്ലാം ഒരു ലജ്ജയുമില്ലാതെ പറയുന്ന ആളുകളുണ്ട്. അവരത് പുരുഷത്വമായിട്ടും അവർ അതിൽ വലിയ അഹങ്കരിക്കുന്ന പെരുമ കൊള്ളുന്ന ആളുകളെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും അതൊരു പുരുഷത്വത്തിന്റെയോ അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്നതിന്റെയോ ലക്ഷണങ്ങളല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മറക്കാൻ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുക എന്നുള്ളത് ഏറ്റവും അധികം മോശമായ ഒരു ഷെയ്ത്താനത്തും ഒരു ആൺ ഷെയ്ത്താനും പെൺ ഷെയ്ത്താനും കൂടി പരസ്യമായി വ്യഭിചരിക്കുന്നതിന് തുല്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അസ്മാ ബിൻത് സെയ്ദ് റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അന്നഹാ കാനത് ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമായിരുന്നു ഒരു ദിവസം. വരിജാലു വന്നിസാഉ ഖുഊദു ഇൻദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലായിട്ട് പുരുഷന്മാർ ഒരു ഭാഗത്തിന് സ്ത്രീകളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ല റജുലൻ യഖൂലു മാ യഫ്അലു ബിഅഹ്ലിഹി വലഅല്ല ഇംറഅതൻ തുഖ്ബറു ബിമാ ഫഅലത് മഅ സൗജിഹാ. പുരുഷന്മാർ തന്റെ ഭാര്യയുമായിട്ട് കുടുംബവുമായിട്ട് എന്താണ് ഉണ്ടായത് എന്ന് പുറത്ത് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താവുമായി ഉണ്ടായ കാര്യങ്ങൾ പുറത്ത് പറയുന്നുണ്ടോ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഅറമ്മൽ ഖൗം, ആരൊന്നും മിണ്ടിയില്ല, ആരൊന്നും മറുപടി ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ ഫഖുൽതു, അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പറഞ്ഞു, ഐ വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നഹുന്ന ലയഖുൽന വഇന്നഹും ലയഫ്അലൂൻ. റസൂലുള്ളാഹ്, അല്ലാഹുവാണ്, ഈ സ്ത്രീകൾ അതങ്ങനെ പറയാറുണ്ട്, ഈ പുരുഷന്മാർ അവരതങ്ങനെ ചെയ്യാറുമുണ്ട് എന്ന് പറഞ്ഞു. അതായത് കിടപ്പറയിലെ രഹസ്യങ്ങൾ പുറത്ത് പറയാറുണ്ട് എന്നുള്ളത്. നമ്മൾക്ക് ഈ സ്ത്രീകൾ അവരുടെ കൂട്ടുകാരികളുമായിട്ട് അവര് ചർച്ച ചെയ്യുന്ന ഫോൺ വിളികളുടെയും മറ്റും സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഈ വിഷയങ്ങൾ അവരറിയാതെ വരുന്നുണ്ട്. അവർക്കതൊരു നിസ്സാരമായിട്ടായിരിക്കും അവർ കാണുന്നത്. ഭർത്താവുമായിട്ടുണ്ടായ കാര്യങ്ങളിൽ ചെറുതോ വലുതോ ആവട്ടെ അവർ പരസ്യപ്പെടുത്തുന്ന അവസ്ഥ. പുരുഷന്മാർ അവരുടെ സുഹൃത്തുക്കളൊപ്പം കൂടുമ്പോൾ തമാശയാണ് എന്നുള്ള നിലക്ക് തന്നെ അങ്ങനെ പറയാറുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറയുകയാണ്, ഫലാ തഫ്അലു ഫഇന്നമാ മിസ്ല ദാലിക മിസ്ലു ശൈത്വാനി ലഖിയ ശൈത്വാനഹു ഫീ ത്വരീഖിൻ ഫഗശിയഹാ വന്നാസു യൻദുറൂൻ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ വെച്ച് ഒരു ആൺ ശൈത്താൻ ഒരു പെൺ ശൈത്താനത്തുമായി ബന്ധപ്പെടുന്നതാണ് ആളുകൾ നോക്കി നിൽക്കെ അതിന് തുല്യമാണ് എന്നുള്ളത്. എത്ര മ്ലേച്ഛകരമാണത്! എത്ര മ്ലേച്ഛകരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്ന ഭാര്യമാർ, അവർക്ക് ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ കിടപ്പറയിൽ പെരുമാറാൻ കഴിയില്ല. ഭർത്താവിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അവർക്കത് ഉൾക്കൊള്ളാനോ അവർക്കത് അതിനനുസരിച്ച് രീതിയിൽ അവർ ഒരു മടിയും ഒരു അകൽച്ചയും എല്ലാം കാണിക്കും. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ അർറജുലു യഫ്ലി ഇലാ ഇംറഅതിഹി വതഫ്ലി ഇലൈഹി തുമ്മ യൻശുറു സിർറഹാ. അല്ലാഹുവിന്റെ അടുക്കൽ നാളെ യൗമുൽ ഖിയാമയിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നുള്ളത് ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലുകയും അവളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുക അതുപോലെ കാര്യങ്ങളാവുകയും അത് പിന്നീട് ആളുകളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹി ഈ ഹദീസിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ പറയുന്നു, വഫീ ഹാദൽ ഹദീസ് തഹ്രീമു ഇഫ്ശാഇർ റജുൽ മാ യജ്രി ബൈനഹു വബൈന ഇംറഅതി. ഒരു ഭർത്താവിനും ഭാര്യ ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ പുറത്തു പറയുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ളതിന് ഇതിൽ നിന്ന് തെളിവ് ലഭിക്കുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിലും പരലോകത്തിൽ വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കട്ടെ. ഇനി ചില സമയങ്ങളിൽ ചില ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. ചികിത്സയാർത്ഥത്തിൽ
ലൈംഗികമായ ചില ദുർബലതകൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പറയേണ്ട ഒരു ആവശ്യം വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന്റെ മാന്യതയിൽ നിന്നുകൊണ്ട് പറയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ചികിത്സ എന്നുള്ള അർത്ഥത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി 21ാമത്തെ വിഷയം, അൽ ജഹ്ലു ബിഅവാരിലിൽ മർഅതി ത്വബീഇയ്യ. സ്ത്രീയുടെ ത്വബീഇയായിട്ടുള്ള അഥവാ അവരുടെ പ്രകൃതമായിട്ടുള്ള ചില കാര്യങ്ങളെ, ചില സ്വഭാവങ്ങളെ, ചില രീതികളെ കുറിച്ചുള്ള ജഹൽ, ചില രീതികളെ കുറിച്ചുള്ള ജഹൽ. ഷേഖ് പറയുകയാണ്, സ്ത്രീകൾക്ക് അവരുടെ സ്വഭാവമാവൂല, അതായത് സ്ത്രീകൾ വേണമെന്ന് കരുതിയിട്ടാവൂല, പക്ഷെ പ്രകൃതിയ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന ചില സമയങ്ങളുണ്ടാവും. ഭർത്താക്കന്മാർ പ്രത്യേകം, അധിക ഭർത്താക്കന്മാരും ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ തുടക്കമുള്ള ആളുകൾക്ക് തീരെ അറിയാത്തൊരു വിഷയമായിരിക്കും പ്രകൃതിയ. കാരണം ഒരു സ്ത്രീയുമായിട്ട് അത്ര അടുപ്പത്തിൽ പുരുഷന്മാരായിട്ടുണ്ടാവൂല, അതുകൊണ്ട് ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പ്രകൃതി ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, ഉദാഹരണത്തിന് അവൾ ഗർഭിണിയാകുമ്പോൾ, അവൾക്ക് ഹൈൽ ഉണ്ടാവുമ്പോൾ, അവൾക്ക് നിഫാസ് ഉണ്ടാവുമ്പോൾ, അതുപോലെയുള്ള ഓരോ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും. ആ സമയത്ത് അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ചില ഭർത്താക്കന്മാരുടെ ഗന്ധം തീരെ പിടിക്കൂല, അവരെ കാണുന്നത് ദേഷ്യമായിരിക്കും, അവരെ കണ്ട പെട്ടെന്ന് ദേഷ്യപ്പെടും. ചിലപ്പോൾ ചില സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ കരയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്ന അവസ്ഥ. അതുപോലെ ഹൈലുള്ള സമയത്ത് സഹോദരൻ നമ്മൾ ആലോചിച്ച് നോക്കും, പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീകൾ ഉണ്ടാകുമ്പോ ഭർത്താക്കന്മാരോട് പറയട്ടെ, ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വയറ്റിന്ന് പോവാതിരുന്നാല്, വയറ്റിന്ന് നമ്മൾ കഴിച്ചത് പോവാതിരുന്ന അങ്ങനെ അസുഖമുള്ള ആളുകളുണ്ട്. അവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. വയറ്റിൽ ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും, അതിന്റെ ഒരു അസ്വസ്ഥത. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അവൾ അത്രയും വലിയൊരു ഭാരം വയറ്റിൽ ചുമന്ന് നടക്കുമ്പോ അവളുടെ സ്വഭാവം വളരെ, നമുക്ക് ദേഷ്യം വരുന്നത്, നമുക്ക് വെറുപ്പുണ്ടാക്കുന്നതാവും. അവളുടെ സംസാരങ്ങള്, അവളുടെ പെരുമാറ്റങ്ങൾ, നമുക്കൊരു വിലയും തരാത്ത രീതിയിലുള്ള സംസാരങ്ങള് ഭർത്താക്കന്മാര്, പുരുഷന്മാരത് മനസ്സിലാക്കിയേ തീരൂ. ഈ അവസ്ഥകളിൽ അത് അവർ വേണം വെച്ചിട്ടല്ല, കുറച്ച് നമ്മളൊന്ന് ക്ഷമിച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും. പ്രത്യേകിച്ച് ഗർഭിണികളുടെ ഹൈലുള്ള സമയത്ത്, നിഫാസുള്ള സമയത്ത്, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളിൽ ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്പെടും. യുവാക്കളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കുക, അടുത്ത് മനസ്സിലാക്കുക വിവാഹത്തിന് ശേഷമാണ്. ഇതുപോലുള്ള ചില കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും. അപ്പൊ അവരുടെ സ്വഭാവം ശരിയല്ല, അവരുടെ പ്രകൃതം ശരിയല്ല, അവൾക്കൊരു വില തരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതുപോലുള്ള സാഹചര്യത്തിൽ അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നമ്മൾ പരിഗണിക്കുകയും അതിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ അവരുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 22ാമത്തേത് അടുത്തത് പറയുകയാണ്, ഇത്തിയാനു സൗജതി ഫി ഹാലി ഹൈളിഹാ. ഭാര്യയുടെ ഹൈലിന്റെ സമയത്ത് ഭാര്യയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുന്ന അവസ്ഥ. ഇത് നമുക്ക് പൊതുവെ അറിയാവുന്ന, അത് ശർഈയായിട്ടും അതുപോലെ തുബ്ബിയായിട്ടും വൈദ്യന്മാരും എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഹൈലുള്ള മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടരുത് എന്നുള്ളത്. എന്നാൽ ചില ആളുകൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത, അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത, അല്ലെങ്കിൽ ജഹ്ല് ബാധിച്ച ആളുകൾ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വയസ്അലൂനക അനിൽ മഹീൽ ഖുൽ ഹുവ അദാ ഫഅ്തസിലു النിസാഅ ഫിൽ മഹീൽ വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹർന ഫഇദാ തതഹർന ഫഅതൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തഹഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആളുകൾ ഹൈലുള്ള ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറയാണ്, അതൊരു മാലിന്യമാണ്, അത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള മാലിന്യം പുറന്തള്ളുകയാണ്. ആ സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ, അവരിൽ നിന്ന് അകലണം. അതേസമയം അവര് ശുദ്ധിയായി കഴിഞ്ഞാൽ നിങ്ങൾ അവരിലേക്ക് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ എന്ത് ലഭിച്ചു നമുക്ക്? ഹൈലിന്റെ അവസ്ഥയിൽ ലൈംഗികമായി ബന്ധപ്പെട്ട് ഹറാമാണ് എന്നുള്ളത്. ചില ആളുകൾ, ചില ദമ്പതിമാർ സംഭവിച്ചു പോവാറുണ്ട്. അവരുടെ ഒന്നെങ്കിൽ ഭർത്താവിന്റെ വികാരം ചില പുരുഷന്മാർ അവർക്ക് വികാരം
ത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, സ്ത്രീകളോടുള്ള വികാരം ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ ആ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നവർ സംഭവിച്ചവരുണ്ടാകാം. അപ്പൊ അത് ഹറാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഉലമാക്കളുടെ അയിമ്മത്തുകൾ ഇത്തിഫാഖ് പ്രകാരം ഹൈദുള്ള സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അനുവദനീയമല്ല. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ജിമാഉൽ ഹായിദ് ഹറാമുൻ തബഅൻ വശറഅൻ ഫഇന്നഹു മുദിറുൻ ജിദ്ദൻ വലതിബ്ബാഉ ഖാബിദത്തുൻ തഹ്ദർ മിൻഹു. അതായത് തബഈയായിട്ടും ശർഈയായിട്ടും അത് ഹറാമാണ്. അത്തിബ്ബാകൾ, വൈദ്യന്മാർ, അവര് അതിന്റെ അപകടത്തെ കുറിച്ച് അവർ താക്കീത് ചെയ്തിട്ടുമുണ്ട്. സലഫുകളിൽ വായിച്ചൊരു ഓർമ്മയുണ്ട്. സലഫുകൾ പറഞ്ഞത്, അവരുടെ കാലത്ത് ഒരു വ്യക്തി ഭാര്യയുമായിട്ട് ഹൈദുള്ള സമയത്ത് ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവസാനം ആ വ്യക്തിക്ക് ഹൈദുണ്ടാവാൻ തുടങ്ങി. ഇതിന്റെ അപകടങ്ങള് ശേഖ് എണ്ണി പറയുന്നുണ്ട്. അതില് സ്ത്രീയുടെ ഫർജിന്, ഗുഹ്യസ്ഥാനത്തിന്, ഗർഭപാത്രത്തിന് ഒരുപാട് ദോഷങ്ങൾ, പുരുഷന്മാരുടെയും അതുപോലെ ഒരുപാട് ദോഷങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യത്തിന്റെ കുറവ്, അതുപോലെ ആരോഗ്യം ക്ഷയിക്കുന്നത്, ഒരുപാട് ദോഷങ്ങൾ അതിനെക്കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് യഹൂദികൾ, ജൂതന്മാർ, അവരൊരു ശീലമുണ്ടായിരുന്നു. ഹൈദുള്ള സമയത്ത് ഭാര്യമാരെ പറ്റകറ്റുന്ന അവസ്ഥ, അതായത് ലൈംഗിക ബന്ധപ്പെടുന്നതിന് അപ്പുറത്തേക്ക് അവരോടൊപ്പം സഹവസിക്കുകയോ അവരോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കാത്ത ഒരവസ്ഥ. എന്നാൽ അതിനെ ഇസ്ലാം അനുവദിക്കുന്നത്, ആ രീതിയിലല്ല ഇസ്ലാം ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ലൈംഗികമായി ബന്ധപ്പെടുന്നത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ത്രീകളുമായിട്ടുള്ള എല്ലാ ആസ്വാദനവും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നൽ യഹൂദ കാനു ഇദാ ഹാലത് അൽ മർഅതു ഫീഹിം ലം യുആകിലുഹാ വലം യുജാമിഉഹുന്ന ഫിൽ ബൈത്ത്. ഭാര്യയോടൊപ്പം താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്. നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനത് ഇഹ്ദാനാ ഇദാ കാനത് ഹായിളൻ ഫഅറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാശിറഹാ അമറഹാ അൻ തത്തസിറ ഫീ ഫൗരി ഹൈളതിഹാ സുമ്മ യുബാശിറുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ്, ഞങ്ങളിൽ ഒരാൾ, ഭാര്യമാരിൽ ഒരാൾ ഹൈളായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹ്യസ്ഥാനത്തിന്റെ അവിടെ അരക്കച്ച കെട്ടാനും ബാക്കിയുള്ള രീതിയിൽ റസൂലുള്ളാഹി ആസ്വദിക്കുമായിരുന്നു. ഇതോടൊപ്പം ആയിഷ ബീവി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, റസൂലുള്ളയേക്കാൾ ലൈംഗികപരമായ വികാരം പിടിച്ചു വെക്കാൻ വേറെ ആർക്കാ സാധിക്കുക. അതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ ചെയ്തിട്ട് പോയി പെടാൻ നിൽക്കണ്ട. അതായത് എല്ലാവർക്കും അത് നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ആ ഹറാമിൽ ചെന്ന് വീണു പോകും. അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ കൂടി ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് ഹൈളുള്ള സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് വെള്ളം കുടിക്കുകയും ആയിഷാബിയുടെ അടുത്തിരുന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അതുപോലെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ ആ ജൂതന്മാരുടെ ആ പ്രവൃത്തിയെ എതിർത്തുകൊണ്ട് പറഞ്ഞ ഹദീസുകളാണ്. ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദർസ് അവസാനിപ്പിക്കാം. 23-ാമത്തെ ഇത്യാനു സൗജതി ഫി ദുബുരിഹ, സ്ത്രീകളുടെ പിൻഭാഗത്തുകൂടി ഗുദമൈഥുനം എന്നെല്ലാം പറയുന്ന രീതിയിൽ ബന്ധപ്പെടുക എന്നുള്ളത്, ലൈംഗികമായിട്ട് ബന്ധപ്പെടുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, ദീനിനെ കുറിച്ച് ഒരു അടിസ്ഥാന അറിവുള്ള ആളുകൾ എങ്കിലും ഈ ഒരു രീതി ചെയ്യാറില്ല. അവരത് വെറുക്കുന്നു, അവരത് ഹറാമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ചില ആളുകൾ, മനസ്സിൽ വക്രതയുള്ള ആളുകൾ, അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹർഫിലേക്ക്, നിങ്ങളുടെ കൃഷിയിടം അഥവാ നിങ്ങളുടെ ഭാര്യയെ സമീപിച്ചു കൊള്ളുക എന്നുള്ളത് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ട് കൊണ്ടാണോ, അതല്ല ഇന്നത്തെ കാലത്തിന്റെ ഈ ബാത്തിലായ അറിവ് തലക്ക് പിടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. ചില ആളുകൾ ഭാര്യയെ ഈ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്, ഈ ലൈംഗിക ബന്ധത്തിൽ ശ്രമിക്കാറുണ്ട്. ഇത് വളരെയധികം ഗൗരവമുള്ള ഒരു അപകടമാണ്, വളരെയധികം ഗൗരവമുള്ള. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, വത്ഉൽ മർഅതി ഫീ ദുബ്രിഹാ ഹറാമുൻ ബിൽ കിതാബി വസ്സുന്ന വഹുവ ഖൗലു ജമാഅഹിരിസ് സലഫ് വൽ ഖലഫ് ബൽ ഹുവ ലൂതിയത്തുസ് സുഗ്റാ. അത് ഹറാമാണ്, അത് സലഫുകളുടെയും ഖലഫുകളുടെയും എല്ലാം കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും എല്ലാം ഹറാമാണ്. അത് ലിവാത്തിന് തുല്യമാണ്, ചെറിയ ലിവാത്ത്.
അഥവാ സ്വവർഗരതിയോട് തുല്യപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അവർക്ക് ശക്തമായ ശിക്ഷ, താക്കീത് നൽകണം. എന്നിട്ടും ഈ പ്രവർത്തനത്തിൽ നിന്നൊരു ഭാര്യയും ഭർത്താവും വിരമിക്കുന്നില്ല എങ്കിൽ അവരെ വേർപിരിക്കണം, അവരൊരുമിച്ച് ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅ്തൂഹുന്ന ഹൈസു അമറകുമുല്ലാഹ്, അല്ലാഹു തആല കൽപ്പിച്ചതിലൂടെ എന്ന് പറയുന്നിടത്ത് തന്നെ സ്ത്രീകളുടെ ഫർജ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തെളിവ് ലഭിക്കുന്നു എന്ന് ഉലമാക്കൾ പറയുന്നു. ഇവിടെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് കാണാൻ സാധിക്കും. അതൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽഊനുൻ മൻ അതാ അൽ-ഇംറഅത ഫീ ദുബ്രിഹാ, സ്ത്രീകളുടെ ഗുദത്തിലൂടെ ലൈംഗികമായി ബന്ധപ്പെടാൻ ചെയ്യുന്നവരെ മൽഊൻ, ശപിക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ ലാ യൻദുറുല്ലാഹ് ഇലാ റജുലിൻ ജാമഅ ഇംറഅതഹു ഫീ ദുബ്രിഹാ, അല്ലാഹു തആല നാളെ പരലോകത്ത് ഇക്കൂട്ടരെ നോക്കുക പോലുമില്ല. അതുപോലെ തന്നെ ഒരുപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ ഒരു ഹദീസാണ്, മൻ അതാ ഹായിലൻ ഔ ഇംറഅതൻ ഫീ ദുബ്രിഹാ ഔ കാഹിനൻ ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ അൻസല അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തന്റെ ഭാര്യയുടെ ഹൈലിന്റെ സമയത്തോ അല്ലെങ്കിൽ ഗുദത്തിലൂടെയോ ലൈംഗികമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഒരു ജോത്സ്യനെ കണ്ട് അവനെ സത്യപ്പെടുകയോ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കിയതിൽ അവര് കഫറ, അവര് നിഷേധിച്ചിരിക്കും, അഥവാ അവര് കാഫിറായിരിക്കുന്നു എന്നുള്ള നിലക്ക് വരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിന്റെ അപകടം, ഇതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ എണ്ണി എത്രയോ 10-15 അപകടങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇതിന്റെ ദോഷങ്ങളും ഇതുകൊണ്ടുണ്ടാവുന്ന മാനസികവും ശാരീരികവും പരലോകത്തുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളും ദോഷങ്ങളും എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം ചിന്തകൾ നമ്മളെ ആ പ്രവർത്തനയ്ക്ക് നിർബന്ധിക്കുന്ന, ചില സ്ത്രീകളെ ഹൈലുള്ള സമയത്ത് ഭർത്താക്കന്മാർ അനുവദിക്കും. ഇതേ സമയത്ത് ഭൗതികമായ ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ വിഷയത്തെ അഥവാ ജിമാഇനെ പറ്റി പഠിക്കുന്നവർ അത് അനുവദിക്കപ്പെട്ടതാണ്. അവർക്കത് തെറ്റല്ല, അവരത് അനുവദനീയമായിട്ടാണ് കാണുക. ബാത്തിലായ അറിവാണത്, അവരതിനെ അനുവദനീയമാക്കുന്നു. എന്നാൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഹറാമാക്കിയ വളരെ ഗൗരവത്തിലുള്ള ഈ വിഷയം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചുള്ള താക്കീത് വളരെ ഗൗരവമേറിയതാണ്. ഇത് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ആവശ്യമില്ല എന്നൊക്കെ തോന്നും. ഇതൊക്കെ എന്തിനാ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ ഇത് പറയുന്നത് തന്നെ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നാം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് 23 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ദർസ് കൊണ്ട് പിന്നെ അഖ്താഇൽ അസ്വാജ്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ തീർക്കാമെന്നാണ് നമുക്ക് എഴുതുന്നത്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം പിന്നെ അഖ്താഇ സൗജാത്ത് എന്നുള്ളതും നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ പകർത്താനും ഏറ്റവും മനോഹരമായ ഒരു കുടുംബജീവിതവും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിനെ കാണുവാനും അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.